ഇവിടെ അടുത്തുണ്ടായിരുന്ന ആംബുലൻസ് നമുക്ക് കുറെ പേരുണ്ട്, അവർ ആദ്യം വന്നത്. അപ്പോഴത്തേനും നോക്കിയപ്പോൾ എല്ലാം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. തുറക്കാനോ എടുക്കാനോ പറ്റാത്ത അവസരങ്ങളായിരുന്നു. ഒരു 99% ഹോപ്പ് ഇല്ല എന്നുള്ള ഇല്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു. എങ്കിലും ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു ബാക്കി ഇരുന്ന ഒരു ലേഡിക്ക് ഒരു ചെറിയ ഞരക്കം കൊണ്ടായിരുന്നു. പുള്ളിക്കാരന് ഹെഡ് റെസ്റ്റ് ഒക്കെ ഒടിഞ്ഞു പോയിട്ട് കഴുത്തൊക്കെ പുറമോട്ടോ ഒടിഞ്ഞു കിടന്ന ഒരു സീറ്റ് പുറത്തോട്ട് ബാക്കിലോട്ട് ഒടിഞ്ഞു കിടന്ന ഒരു സംഭവമായിരുന്നു. നമസ്കാരം. പത്തനംതിട്ടയിൽ നവദമ്പതികൾ ഉൾപ്പെടെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ RTO പരിശോധന നടത്തുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കൂടലിന് സമീപമാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് അപകടം സംഭവിച്ചത്. ദമ്പതികളായ നിഖിൽ, അനു, ഇരുവരുടെയും അച്ഛന്മാരായ ബിജു പി ജോർജ്, ഈപ്പൻ മത്തായി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ 4 പേരും മരണപ്പെടുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അതിനുശേഷം മധുവിധു ആഘോഷങ്ങൾക്കായി മലേഷ്യയിലേക്ക് പോയിരുന്നു. അവിടെ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലെത്തി മടങ്ങി വരും വഴി അവരെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു ഇവരുടെ അച്ഛന്മാർ. ആ സമയത്താണ് ഈ വീട്ടിൽ നിന്നും, അതായത് ഒരു 10 കിലോമീറ്റർ മാത്രമേ വീട്ടിലേക്ക് എത്താനുള്ള ദൂരമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാകുന്നത്. എന്നാൽ RTO മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ അശ്രദ്ധമായ അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. എതിരെ വന്ന ആന്ധ്ര സ്വദേശികളായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ് അരികിലേക്ക് മാറ്റിയെങ്കിലും ഈ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. തൽക്ഷണം തന്നെ 3 പേരും വാഹനത്തിനുള്ളിൽ തന്നെ മരിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. ഇത് തിരുവനന്തപുരം എയർപോർട്ട് ഓട്ടോ ഓടി വന്നൊരു വാഹനമാണ്. ഈ വാഹനം അപകടം സംഭവിച്ചത് ഒരു 3:30-4 മണിക്ക് ഇറങ്ങി. അതിനർത്ഥം ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. നമ്മളൊരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ ഡീപ്പായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ ഉറങ്ങിപ്പോയിട്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും റൈറ്റ് ട്രാക്കിലേക്ക് മാറി അയ്യപ്പന്മാരോട്ട് വന്നൊരു മിനി ബസ്സിലിടിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉറക്കം വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി കംപ്ലീറ്റ് ഉറക്കത്തിലേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ട് ആക്സിലേറ്ററിൽ ഇരിക്കുന്ന കാല് നല്ല വെയിറ്റ് നല്ല രീതിയിൽ അനുഭവപ്പെടും. അപ്പൊ ആക്സിലേറ്ററിൽ അമർന്നിട്ട് ഓടി വന്ന വാഹനത്തിന്റെ വേഗത വീണ്ടും കണ്ടമാനം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വാഹനത്തിന്റെ ഇമ്പാക്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ നല്ല രീതിയാണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതായിട്ട് വെളിവ് വന്നുണ്ട്. പുറകിലിരുന്ന ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. അപ്പോൾ ഈ പുറകിലിരിക്കുന്ന ആൾക്കാർ അവർക്ക് സീറ്റ് ബെൽറ്റ് ഒരു സുരക്ഷ ഇല്ലാത്തതുകൊണ്ട് വണ്ടി വന്ന ഏത് വേഗതയാണോ അതേ വേഗതയിൽ വണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുന്നിലേക്ക് തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കോ ഡ്രൈവർ സീറ്റ് ശ്രദ്ധിച്ചറിയാം, അത് കണ്ടമാനം ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത്രയും വെയിറ്റിൽ അവർ വന്നിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പുറകിലിരുന്ന ആൾക്കാർക്കും ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഡ്രൈവർമാർ മാത്രം സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മതിയെന്ന്. അത് തെറ്റാണ്. ക്യാമറ വന്നതിന് ശേഷം കോ ഡ്രൈവേഴ്സും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല, എല്ലാ ആൾക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കണം. അതുപോലെ തന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഉറങ്ങി തന്നെ തീർക്കുക. അപ്പൊ നമുക്ക് നോർമൽ ട്രെയിൻഡ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ അവർ ഈ ഉറക്കത്തിന് അതിജീവിക്കാൻ അവർ ഓൾറെഡി ഒന്നി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർക്കൊരു പ്രാക്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ ഉറക്കം വന്ന് ആ ആദ്യ പൊസിഷനിൽ തന്നെ അല്പനേരം ഉറങ്ങി ഉറക്കം തീർത്തതിന് ശേഷം യാത്ര ചെയ്യും. അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിക്സ് ചെയ്ത് കുടിച്ചിട്ടോ അങ്ങനെ ഉറക്കം മാറ്റി യാത്ര ചെയ്യുന്ന പരമാവധി ഒഴിവാക്കുക. ഉറങ്ങി തന്നെ തീർക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാം, കോയമ്പത്തൂർ പോലുള്ള റോഡുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുന്നുണ്ട്. നല്ല സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ നമ്മളുടെ തലച്ചോറിലൊരു ഇമേജ് ഫോം ചെയ്യും. ഇത് ആ സ്ട്രെയിറ്റ് റോഡിന്റെ സെയിം പിക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തലച്ചോറിന് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെ ഹൈവേ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വാഹനം മാറ്റി നിർത്തി ഉറങ്ങുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നത് ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് മിറർ, ലെഫ്റ്റ് മിറർ, സെന്റർ മിറർ നോക്കുക. നമ്മുടെ ശ്രദ്ധ പോകാത്ത രീതിയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച്. ഒരു എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് അങ്ങനെയാണ് ഓടിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉറക്കം വരാതെ. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് എല്ലാവരും. ഗുരുതരമായ പരിക്കേറ്റ അനുവിനെ പിന്നീട് സമീപവാസികളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സമീപവാസികളായ അച്ഛനും മകനും ചേർന്നാണ് പുലർച്ചെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തുന്നത്. അവർ എങ്ങനെയെങ്കിലും അനുവിനെ രക്ഷിക്കുന്നതിനായി അവർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യകരമായിരുന്നു. അനുവും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയ അച്ഛനും മകനും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്.
4-5 ആയപ്പോഴാണ് സൗണ്ട് കേട്ടത്. ഏകദേശം 4-5. 4-5 സൗണ്ട് കേട്ട് വെളിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് വണ്ടി ഇടിച്ചതായിട്ട് കാണും. പിന്നെ നമ്മൾ ആദ്യം നോക്കുന്ന ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കി. പിന്നെ അപ്പോഴത്തേന് അകത്ത് ചേച്ചിക്ക് മാത്രം അനക്കം ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു, ചോദിച്ചാനും ഡ്രൈവറും വന്നു. ആ സമയത്ത് തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞു. ആംബുലൻസ് വിളിച്ചു. അപ്പോഴത്തേന് ഇവിടെ അടുത്തുണ്ടായിരുന്ന ആംബുലൻസ് നമുക്ക് കുറെ പരിചയമുണ്ട്, അവരാ ആദ്യം വന്നത്. അപ്പോഴത്തേനും നോക്കിയപ്പോ എല്ലാം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. തുറക്കാനോ എടുക്കാനോ പറ്റാത്ത അവസരങ്ങളായിരുന്നു. ഒരു 99% ഹോപ്പ് ഇല്ല എന്നുള്ള ഇല്ലാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. എങ്കിലും ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു ബാക്കി ഇരുന്ന ഒരു ലേഡിക്ക് ഒരു ചെറിയ ഞരക്കം കൊണ്ടായിരുന്നു. ഞങ്ങൾ ആവുന്ന നോക്കി, ഡോറെല്ലാം ജാമായിരുന്നു. ഒരു കണക്കിന് ലെഫ്റ്റ് സൈഡില് ബാക്കിലെ ഡോറ് ഞങ്ങൾ തുറന്നു, ഒരു കണക്കിന് തുറന്നു. ആംബുലൻസ് ഡ്രൈവർ ഞങ്ങളുടെ അവിടെ തുറന്നു. അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിലാക്കാനായിട്ട് ഞങ്ങൾ എടുത്തു. അന്നേരം തന്നെ അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വിടുകയായിരുന്നു. അതിനുശേഷം കൂടൽ പോലീസ് എത്തി ഓൾറെഡി. ഞങ്ങൾ ആദ്യം തന്നെ കൂടൽ പോലീസിനും എല്ലാം ഞങ്ങൾ ഇൻഫർമേഷൻ പെട്ടെന്ന് കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ തന്നെ അവരെത്തി. അതിനുശേഷം ഇവര് കൂടൽ പോലീസ് വന്നതിന് ശേഷമാണ് ഫയർ ഫോഴ്സ് വന്നത്. അത് വന്നു. അത് കഴിഞ്ഞപ്പോ അവര് ശ്രമിച്ചിട്ട് പിന്നെ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് തുറന്ന് വെട്ടിപ്പൊളിച്ച് ഓരോരുത്തരെ ആദ്യം ഒരാളെ എടുത്തു. അത് അടുത്ത ആംബുലൻസ് വരുത്തിയത് അതിനെ കയറ്റി വിട്ടു പെട്ടെന്ന്. പിന്നെ അത് അവരുടെ തുടർച്ചയായിട്ടുള്ള ഇത് ശ്രമം കൊണ്ട് മറ്റു രണ്ടുപേരെയും വെളിയിലെടുത്ത് മൂന്നാമത് ആംബുലൻസിൽ കയറ്റി വിടുകയാണ് ഉണ്ടായത്. ഇല്ല, അരമണിക്കൂർ കൂടുതലൊക്കെ എടുത്തു. അരമണിക്കൂറൊന്നും അല്ല, ഒരു 1/4 മണിക്കൂർ. ഫയർഫോഴ്സ് വന്നതിന് ശേഷം ഏകദേശം 1/4 മണിക്കൂറിനുള്ളിൽ എടുക്കാൻ പറ്റി. ഫയർഫോഴ്സ് വന്നതിന് ശേഷം അവര് നമ്മളെ നിഗമനം എന്ന് പറയുന്നത് അത് പിന്നെ ബാക്കിലുണ്ടായിരുന്നത് പിന്നെ ഭാര്യ ഭർത്താവ് അവര് നവദമ്പതികളായിരുന്നു. റിലേഷൻ അറിയില്ല, രണ്ട് ഇതായിരുന്നു. ഭാര്യ ഭർത്താവായിരിക്കാം. സൈഡിൽ ഇരുന്ന ഒരു പ്രായമുള്ള ഒരു പുള്ളിക്കാരനാണ്. അല്ല, ഫ്രണ്ട് ലെഫ്റ്റിൽ ഇരുന്നത് പ്രായമുള്ള ആളാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ളതും ദേശീയമായിട്ട് ഒരു പ്രായമുള്ള വ്യക്തിയാണ്. അത് ആ കുട്ടിയുടെ അർച്ചനാണെന്ന് ഉള്ള ഒരു നിഗമമുണ്ട്. പുള്ളിക്കാരന് ഹെഡ് റെസ്റ്റ് ഒക്കെ ഒടിഞ്ഞു പോയിട്ട് കഴുത്തൊക്കെ പുറമോട്ടോ ഒടിഞ്ഞു കിടന്ന ഒരു സീറ്റ് പുറത്തോട്ട് ബാക്കിലോട്ട് ഒടിഞ്ഞു കിടന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആള് മരിച്ചതാണെന്നൊരു നിഗമനമുണ്ട്. പക്ഷെ നമ്മള് ഒരു ഡോക്ടറുടെ നിഗമനമില്ല, നമ്മള് സ്ഥിരീകരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. പുറത്തിറക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റുന്നതല്ല, നമുക്ക് മരിച്ചു എന്ന് തീർച്ചപ്പെടുത്താനുള്ള അധികാരമില്ലല്ലോ. അപ്പൊ അത് ഒരു ഡോക്ടറെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നിഗമനം ഏതാണ്ട് ഒരു ഹോപ്പ് ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോഴത്തേനും പിന്നെ ഈ ഐസക്ക് വന്നു. അവരൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സമയമായിരുന്നു. അവരിവിടെ വന്നു. അവര് പിന്നെ അവരെല്ലാവരും പിന്നെ അയ്യപ്പന്മാരുടെ വണ്ടിയായിരുന്നു. 19 പേരുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആരും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ആളൊന്നും ഇല്ലായിരുന്നു ആ സമയം. അതിനുശേഷം ഐസക്കൊക്കെ വന്നു. പിന്നെ അങ്ങനെ കുറച്ച് എല്ലാവരും ആൾക്കാർ കൂടി. പിന്നെ പോലീസ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, കാര്യങ്ങള്. പക്ഷെ ഒരു സന്തോഷ വാർത്ത കിട്ടിയില്ല. ഒരു അല്പം ഞരക്കമെങ്കിലും ഉണ്ടായിരുന്ന ആ സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടി ആരായാലും അവരെ ജീവനും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചു കൊണ്ടുപോയത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ പറ്റിയ സാരം അവരും കൈവിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് സംഭവം നടന്നത്. ഇവരുടെ വീടിന്റെ തൊട്ട് എതിർവശത്താണ് ഈ അപകടം നടന്നത്. ശബ്ദം കേട്ട ഉടനെ അവർ ഓടിയെത്തുകയായിരുന്നു. അവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായിരുന്നു. അവസാനം ആ കുട്ടിക്ക് അനു എന്ന കുട്ടിക്ക് ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 4 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കോന്നി കൂടൽ മേഖലയിൽ നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുന്നതാണ് നാട്ടുകാരുടെ പരാതി ഉയർന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരോട് അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.